ലോകത്തിലെ ഏറ്റവും രഹസ്യമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഏതാണെന്നറിയാമോ? ഒരു രാജ്യത്തിൻ്റെയുമല്ല, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വിശ്വാസികളുടെ ആത്മീയ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ, അതായത് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ്. നിലവിലെ മാർപ്പാപ്പ മരിക്കുകയോ അല്ലെങ്കിൽ സ്ഥാനമൊഴിയുകയോ ചെയ്യുമ്പോൾ കത്തോലിക്ക സഭയിൽ ഒരു നിർണായക ഘട്ടം ആരംഭിക്കുന്നു. പാപ്പാ സിംഹാസനം ഒഴിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ലോകമെമ്പാടുമുള്ള കർദിനാളുമാർ വത്തിക്കാനിലേക്ക് എത്തിച്ചേരുന്നു. 80 വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം. ഇവരാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നവർ. സിസ്റ്റൈൻ ചാപ്പലിൽ വാതിലുകൾ അടയ്ക്കുന്നു. പുറത്തുള്ള ലോകവുമായി എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു. ഇപ്പോൾ ആരംഭിക്കുന്നത് അതീവ രഹസ്യമായ കോൺക്ലേവ്. കർദിനാളുമാർ ഓരോരുത്തരും രഹസ്യമായി ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെടാൻ 2/3 ഭൂരിപക്ഷം നിർബന്ധമാണ്. ഇത് ആവർത്തിച്ചു നടക്കും, തീരുമാനമാകുന്നതുവരെ. വോട്ടെടുപ്പിനു ശേഷം ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുകയുയർന്നാൽ അതൊരു സന്ദേശമാണ്, ഇനിയും തീരുമാനമായിട്ടില്ല. എന്നാൽ ഒരു ദിവസം അതേ ചിമ്മിനിയിൽ നിന്ന് വെള്ള പുകയുയരും. അത് ലോകത്തിന്റെ മുന്നിൽ ഒരു പ്രഖ്യാപനമാണ്: പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് പ്രഖ്യാപനമുണ്ടാകും: ഹബേമസ് പാപ്പാം, അതായത് നമുക്കൊരു പാപ്പയുണ്ട്. പുതിയ മാർപ്പാപ്പ ലോകത്തെ അഭിസംബോധന ചെയ്യുന്നു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആത്മീയ സ്ഥാനത്തേക്ക് ഒരാളെത്തുന്നു. ഇതാണ് കോൺക്ലേവ്, രഹസ്യവും ചരിത്രപരവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ.